ഹലോ ഡിയേഴ്സ്. അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് ഞാനും ആളും കൂടി ഒരു മൂവി കാണാൻ പോയതൊക്കെ. അപ്പോൾ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഭയങ്കര സന്തോഷമായിട്ട് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ മൂവിയൊക്കെ കുഞ്ഞുങ്ങളെയും കൂട്ടിയിട്ടൊക്കെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ രണ്ടാളും മാത്രമായിട്ട് പോയത്. ഞങ്ങളുടെ ബ്രദർ ഉണ്ടായിരുന്നു ഞങ്ങളെ കൊണ്ടുവിടാനൊക്കെ. പക്ഷെ എന്നാലും മൂവി കാണാനും നമ്മളെന്തെങ്കിലും ടിക്കറ്റൊക്കെ എടുക്കാനും പോപ്കോണൊക്കെ വാങ്ങാനും അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രസമുള്ള ഒരു ദിവസം നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് സ്വാഗതം. ബേബി ഇച്ചിട്ടാ നോക്ക്. ഞങ്ങളുടെ രണ്ടാളുടെയും ഫേസിലെ സന്തോഷം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഹാപ്പിയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ രണ്ടുപേരും രണ്ട് കുഞ്ഞുങ്ങളെയും കൂട്ടി ഒരു മൂവിക്കൊക്കെ കാണാൻ പോയി. ടിക്കറ്റൊക്കെ എടുത്ത് കഴിക്കാനൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ മാത്രമായിട്ടൊരു ലോകത്ത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് പോകുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര ഇഷ്ടവും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു ആ യാത്രയ്ക്ക്. അപ്പോൾ ശരിക്കും ചില്ലാവാൻ ഇങ്ങനെയൊക്കെ നമ്മൾ തന്നെ സമയം കണ്ടെത്തണം കേട്ടോ. നമ്മൾ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും നമ്മുടേതായ ബിസി ഷെഡ്യൂളിലൊക്കെ എൻഗേജ്ഡ് ആയി പോകുമ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേറെ ആരെയാണുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സമയം എന്തായാലും കണ്ടെത്തണം. ഇതാണ് നമ്മുടെ ട്രെൻഡിങ് പൂമാനമേ സോങ്. അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞ് എനിക്ക് വളരെ ഭയങ്കര ഇഷ്ടമായി സിനിമ. നമ്മുടെ കുട്ടികളൊക്കെ നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സുഖമായിട്ട് സിനിമ കാണാൻ പറ്റി. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഒരു അവിൽ മിൽക്ക് കുടിക്കാനായിട്ട് കയറി. നല്ല അവിൽ മിൽക്കായിരുന്നു കേട്ടോ. ഇത് കറക്റ്റ് പ്രോപ്പർ പ്ലേസ് വരുന്നത് ബംഗളം സ്കൂളിൻ്റെ മുമ്പിലായിട്ടാണ്. അപ്പോൾ ഋതു ബേബി ഫസ്റ്റ് ടൈമാണ് അവിൽ മിൽക്ക് കുടിക്കുന്നത്. അവന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല ടേസ്റ്റിൽ ആസ്വദിച്ച് കുറച്ചൊരു ലോലിപോപ്പ് വിത്ത് അവിൽ മിൽക്കായിരുന്നു ഋതുവിൻ്റെ ഒരു കോംബോ എന്ന് പറയുന്നത്. ഇത്തിരി ലോലിപോപ്പ് ഇത്തിരി അവിൽ മിൽക്ക്, അങ്ങനെ ഞങ്ങൾ വയറ് നിറച്ച് സന്തോഷത്തോടു കൂടി മനസ്സും വയറും ഒക്കെ നിറഞ്ഞ് നല്ലൊരു ഹാപ്പി ഡേ ആയിട്ട് അത് എൻഡായി. ഇതായിരുന്നു ഞാൻ അന്നിട്ട് ഔട്ട്ഫിറ്റ് കേട്ടോ. ഈ ഒരു കളർഫുൾ പാൻറ് വിത്ത് ടോപ്പ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ദിവസം കണ്ടെത്തണമെന്നൊക്കെ ഞാൻ പറയും. നമ്മളെ ഈ ബിസി ഷെഡ്യൂളിൽ എല്ലാവരും ഇങ്ങനെ അവരവരെ കാര്യം അല്ലെങ്കിൽ അവരവരെ സന്തോഷിപ്പിക്കാനൊന്നും ഒരു സമയം കണ്ടെത്താത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയങ്ങളൊക്കെ നമുക്കായിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കണ്ട ഓസ്ലർ സിനിമ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റാത്തവർ എന്തായാലും അത് OTTയിൽ വരുമ്പോൾ കാണണം. ശരിക്കും നമുക്കതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് വരുന്നതിന് മുമ്പ് ഫസ്റ്റ് പാർട്ട് എന്തായാലും OTTയിൽ വരുമ്പോൾ കാണണമെന്ന് ഞാനൊരു സജഷൻ പോലെ പറയും. ഭയങ്കര രസമുള്ളൊരു സിനിമയായിരുന്നു. നമ്മുടെ അഞ്ചാം പാതിരേൻ്റെയൊക്കെ ഡയറക്ടറായിരുന്നു. അപ്പോൾ അതേപോലെ ഒരു ക്രൈം സീരീസ് തന്നെയാണ് സിനിമ. ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ.